കൈവിട്ട പരാമർശത്തിൽ SKSSF നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ കേസ്. മലപ്പുറം പോലീസാണ് കേസെടുത്തത്. അഷ്റഫ് കളത്തിങ്ങൽ നൽകിയ പരാതിയിലാണ് നടപടി. ഞങ്ങൾക്കാരോടും കടപ്പാടില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു കടപ്പാടേ ഉള്ളൂ. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുള്ളൂ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, അതിന്റെ ഉസ്താദുമാരെ, അതിന്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ SKSF പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജനിച്ച, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്. അനഘയുണ്ട്. അനഘയെ സത്താർ പന്തല്ലൂരിനെതിരെ അഷ്റഫ് കളത്തിങ്ങൽ പരാതി നൽകിയ സാഹചര്യം എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംസ്ഥാന നേതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈവെട്ടാൻ സംസ്ഥയുടെ പ്രവർത്തകർ ഉണ്ടാകും എന്നാണ് ഈ സത്താർ പന്തല്ലൂർ പറഞ്ഞത്. SKSSFന്റെ റാലിയുടെ സമാപനത്തിന്റെ സമ്മേളനത്തിലായിരുന്നു ഈ പന്തല്ലൂരിന്റെ പരാമർശം ഉണ്ടായത്. പട്ടിക്കാട് ജാമ്യ സമ്മേളനത്തിൽ നിന്ന് പന്തല്ലൂർ അടക്കമുള്ള ലീഗ് വിരുദ്ധരെ മാറ്റി നിർത്തിയിരുന്നു. ഇത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ്, ഈ വിവാദം തുടരുന്ന ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വീണ്ടും ഉണ്ടായത്. സംസ്ഥ മുസഫ്ര ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കണം എന്നും, അല്ലാത്തവരെ സംസ്ഥയ്ക്കും SKSSFനും ആവശ്യമില്ല എന്നും, സംസ്ഥയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈവെട്ടാൻ പ്രവർത്തകർ ഉണ്ടാകും എന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇത് പിന്നീട് വിവാദമാവുകയായിരുന്നു. തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കുന്നത് സംസ്ഥയുടെ ശൈലിയല്ലെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി അടക്കം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് മൊയ്തീൻ ഫൈസി പുത്തനഴി രംഗത്തെത്തിയത്. ഇത്തരം പരാമർശങ്ങൾ സംസ്ഥയുടെ നേതാക്കൾ പറയാറില്ല എന്നും, തീവ്രവാദികൾക്കെതിരെയെന്നും നിലപാടെടുത്ത പ്രസ്ഥാനമാണ് സംസ്ഥയെന്നും മൊയ്തീൻ ഫൈസി അടക്കം പറഞ്ഞിരുന്നു. NDF അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ വന്നപ്പോൾ പ്രതിരോധം തീർത്തവരാണ് സംസ്ഥ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിലുള്ള ഒരു സംഘടനയ്ക്കും തീവ്രവാദ ശൈലി ഇല്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തിയിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പന്തല്ലൂരിന്റെ ഒരു പരാമർശം ഒരു തീവ്രവാദ പരമായിട്ടുള്ള ഒരു പരാമർശം ആണ് എന്നത് കണ്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിക്കിടയായ ഒരു സാഹചര്യം ഉണ്ടായത്. അനഘയാണ് വിവരങ്ങൾ നൽകി.